പാത്രം വെള്ളമൊക്കെ ആയിട്ട് ഇന്ന് എന്താണ് പരിപാടി നയിക്കും. ഇതേ കണ്ടോ, നല്ല ചീനമുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിന്ന്. കുറേ ദിവസത്തെ എൻ്റെ വീട്ടിലെ നിൽപ്പിന് ശേഷം ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഈ ചീനമുളകൊക്കെ പൊട്ടിച്ച് ഇവിടെ തന്നെ റെഡിയാക്കി അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോൾ ഞാൻ ഇതിലും ഒരുപാട് കൊണ്ടുപോയിരുന്നു കേട്ടോ. പക്ഷേ അത് അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് വാട്ടായി, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കേടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതിനൊരു ചാൻസ് കൊടുക്കണ്ട, നമ്മൾ ഇവിടെ നിന്ന് തന്നെയൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മുളക് ഉപ്പിലിട്ടത് വളരെ ഇഷ്ടമാണ് കേട്ടോ അവിടെ ഉള്ളവർക്ക്. അങ്ങനെ പൊട്ടിച്ച മുളക് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പഴുത്ത മുളകും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. തുടക്കത്തെ ആവേശമൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നീട് നല്ല ഉണങ്ങിയൊരു തുണി എടുത്തിട്ട് അതിൽ നമ്മുടെ മുളക് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ചീനമുളക് ഇട്ട് വെക്കാനായിട്ട് ഒരു അച്ചാറും കുപ്പി എടുത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യണത് മുളക് പൂപ്പൽ പിടിക്കാതിരിക്കാനുള്ള ട്രിക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ നമ്മളായിട്ടൊരു മാറ്റം വരുത്തണ്ട, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നീട് അത്യാവശ്യം ഒരു മുനയുള്ള കത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ മുളകിനിട്ടിട്ട് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പൊക്കെ നന്നായി പിടിക്കാനായിട്ട്. ഈ മുളക് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഒരു പുതിയ സൂക്കയുടെ കുപ്പിയൊക്കെ വാങ്ങി കൊണ്ടിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കുപ്പിക്ക് കറക്റ്റ് പാകത്തിന് നമ്മുടെ മുളക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മുളക് ഞാൻ മൂടിയിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറച്ച് താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയതാണ്, കുലുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം ഒരു റൗണ്ട് ഉപ്പിട്ടു, നന്നായി കുലുക്കിയതിന് ശേഷം വീണ്ടും ഒരു റൗണ്ട് ഉപ്പിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സുർക്ക ഞാൻ ഇന്ന അളവിലൊന്നും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കപ്പോൾ അത് കണ്ടപ്പോൾ ഇത്ര അളവ് മതി എന്ന് തോന്നിയൊരളവ് മാത്രമാണ് ഞാൻ അതിൽ ഒഴിച്ചത്. അങ്ങനെ ഞാൻ തൃപ്തിപ്പെടുന്ന ഒരളവിൽ കുറച്ച് സുർക്ക ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മളപ്പുറത്തെ സൈഡിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കി ഞാൻ വെച്ചിരുന്ന ആ മുളകും കൂടി ഇതിൽ ആഡ് ചെയ്യാണ്. അപ്പം ആ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചീനമുളക് ഇവിടെ നിന്ന് റെഡി ആവട്ടെ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.